ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് ഫലൂദ ഉണ്ടാക്കിയാലോ. നമുക്കൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം സേമിയ സാവനരി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ച് മാത്രം മതിയാവും. ഇത് കുറച്ച് നേരത്തേക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് നല്ലത്. ഇതിന് കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നല്ലതുപോലെ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് 2 ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് 2 കളറും കൊടുക്കാം. ഒന്ന് ചെറിയ റെഡും ഒന്ന് പിസ്ത ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വേവിച്ച സേമിയ കുറച്ച് ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കളർ ചെയ്ത് വെച്ച സേമിയയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സത്യത്തിൽ ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈസിയായി ചെയ്തൊരു കാര്യമാണ്. പക്ഷെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രൊസീജിയർ ചെയ്തതുപോലെ തോന്നുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് സേമിയായിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ വരെ ഫില്ല് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതുവിധ ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കിവിയും ചെറിയാണ് യൂസ് ചെയ്തത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.